അപ്പോൾ ആദ്യം ചെയ്യുന്ന പടം 1991-ലാണ്. ഓക്കെ, തെലുങ്ക് ഫിലിം, ഹീറോ ആയിട്ട് ചെയ്യണം. ഏറ്റവും വലിയ ഡയറക്ടറാണ് കോടി രാമകൃഷ്ണൻ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പടം പ്രതാപോത്തിന്റെ പടം, രണ്ടാമത്തെ പടം ബാലചന്ദ്രമേനോന്റെ പടം മലയാളം, സുഖം സുഖകരം. ഓക്കെ, അതും സൂപ്പർ ഡൂപ്പർ ഹിറ്റ്. മൂന്നാമത്തെ പടം തമിഴ്, പ്രതാപത്തിന്റെ പടം ആത്മ, അതും സൂപ്പർ ഡൂപ്പർ ഹിറ്റ്. ഓക്കെ, അപ്പോൾ 3 ലാംഗ്വേജിൽ 3 ഫിലിംസ് 1991 എനിക്ക് 19 വയസ്സുള്ളപ്പോൾ ഞാൻ ചെയ്യുന്നതാണ്. 3 സൂപ്പർ ഹിറ്റ് പടങ്ങൾ 3 ഭാഷയിൽ ചെയ്യുന്നതാണ് ഞാൻ. ഓക്കെ, വിത്ത് ബിഗ്ഗസ്റ്റ് ഡയറക്ടേഴ്സ്, ബിഗ്ഗസ്റ്റ് പ്രൊഡ്യൂസേഴ്സ്, ബിഗ്ഗസ്റ്റ് ബാനറിൽ. സുഖം സുഖത്തിൽ 57 ആക്ടേഴ്സാണ്, 57 ആർട്ടിസ്റ്റാണ് സുഖം സുഖത്തിൽ. സോ അങ്ങനെ 3 പടം റിലീസ് ചെയ്യും, 3 പടം ഹിറ്റായി. പിന്നെ ദർ ഈസ് നോ ഓപ്പർച്യൂണിറ്റി ഇല്ല. ഈ 19 വയസ്സുകാരനെ ഫിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമില്ല, ഓപ്പർച്യൂണിറ്റി ഇല്ല. ഞാൻ എപ്പോഴും പറയും, സിനിമക്ക് ഓരോ ഫേസസ് ഉണ്ട്. സിനിമ ഹാസ് മെനി ഫേസസ്. ഓരോ ഫേസിൽ നമ്മൾ ഓരോ ടൈപ്പ് ഓഫ് മൂവി മേക്കിംഗ് ആയിരിക്കും. നമ്മൾ അതിൽ കൂടെ നമ്മൾ ആ ഫേസിലാണെങ്കിൽ നമ്മൾ അത് ജീവിച്ചു പോകണം. ഞാൻ അന്നായിരുന്നെങ്കിൽ ഇന്നായിരുന്നെങ്കിൽ ഇന്ന് 19 years ഉള്ള ഹീറോസിനും എല്ലാവർക്കും ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, അപ്പൊ ഞാൻ ഹീറോ ആയിട്ട് തന്നെ പോയത്, അന്ന് അതില്ല. സോ ഞാൻ ഇപ്പൊ എല്ലാവരും പറയുന്നതാണ് യു ലുക്ക് റിയാസ്, യു ലുക്ക് ഫിറ്റ് ആൻഡ് യു ലുക്ക് യങ്. അപ്പൊ 19 വയസ്സ് തന്നെ ആലോചിച്ച് നോക്കി. ഹരിഹരൻ സാറിന്റെ പടത്തിൽ എന്നെ ഹീറോ ആയിട്ട് കാസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഹീറോയിനെ ഞാൻ മാച്ച് ആണ്, ഹീറോയിനെക്കാളും ഞാൻ എങ്ങാണെന്ന് പറഞ്ഞ് ഹരിഹരൻ സാർ എന്നെ മാറ്റിയതാണ്.